الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل بل ملة إبراهيم حنيفا وما كان من المشركين. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. أيها الناس، أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പാലിക്കണമെന്ന്, സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ആ രൂപത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം ഒരു ബലിപെരുന്നാളിന് കൂടി സാക്ഷിയാവാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനോട് എത്ര ശുക്ർ ചെയ്താലും, എത്ര തസ്ബീഹുകൾ ചൊല്ലിയാലും, എത്ര തഹ്മീദുകൾ നിർവഹിച്ചാലും, എത്ര തഹ്ലീലുകൾ ചെയ്താലും, എത്ര തക്ബീറുകൾ നിർവഹിച്ചാലും ശരി, അതൊന്നും മതിയാകാത്തവണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ആസ്വാദനത്തിന്റെ ഭാഗമായി അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള രണ്ട് ആഘോഷങ്ങൾ, അതിലൊരു ആഘോഷമായ ബലിപെരുന്നാളിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് നിലകൊള്ളുന്നത്. പുതിയ വസ്ത്രവും പുതിയ പാദരക്ഷയും മറ്റു പലതും പുതിയതുമായി നമ്മൾ ഓരോരുത്തരും ഈ പെരുന്നാളിനെ വരവേൽക്കുമ്പോൾ, അതീവ സന്തോഷത്തിൽ ആഹ്ലാദിക്കുമ്പോൾ, നമ്മൾ ആരും മറന്നു പോകാത്ത, അല്ലെങ്കിൽ മറക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ലോകത്തിന്റെ പല ദിക്കുകളിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മുസ്ലിമീങ്ങളായ ഒരു പറ്റം സഹോദരങ്ങൾ ഫലസ്തീൻ എന്ന് പറയുന്ന നാട്ടിൽ ഒരുപാട് പ്രയാസവും അതുപോലെ തന്നെ പരിഭവങ്ങളുമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം അതികഠിനമായി ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെയുള്ള സഹോദരങ്ങൾ. ആ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശുക്ർ ചെയ്യുവാൻ, അല്ലാഹു പഠിപ്പിച്ചു തന്ന ഈദിന്റെ ആ പ്രതിഫലങ്ങൾ ലഭിക്കുവാൻ, തകർക്കപ്പെട്ട അല്ലാഹുവിന്റെ ആരാധനാലയങ്ങൾക്കുള്ളിൽ പോലും മുസല്ല വിരിച്ചവർ നമസ്കാരം തയ്യാറാക്കുമ്പോൾ, ഏത് സന്ദർഭത്തിലും അവരുടെ ഓരോ സംസാരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും വരുന്ന സഹായത്തെ കുറിച്ചുള്ള അന്തിമ പ്രതീക്ഷ
അത് നിലനിർത്തിക്കൊണ്ടുള്ള വർത്തമാനങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും പറയുമ്പോൾ അത് തന്നെയാണ് ഓരോ പെരുന്നാളിലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്നുള്ളത്. എന്ത് പരീക്ഷണം വന്നാലും എന്ത് പ്രയാസം വന്നാലും ക്ഷമ കൈക്കൊള്ളുന്നവരാരോ അവർക്കാണ് സന്തോഷ വാർത്ത എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വാക്കാണ്. അതുപോലെ തന്നെ എന്ത് പ്രയാസങ്ങൾ വന്നാലും ഏത് രൂപത്തിൽ അല്ലാഹു പരീക്ഷിച്ചു കഴിഞ്ഞാലും അവിടെ അല്ലാഹുവിന് വേണ്ടി ഞാൻ ഒരുപാട് ഇബാദത്ത് നിർവഹിച്ചിട്ടും എനിക്കെന്നും രോഗമാണല്ലോ, എനിക്കെന്നും പ്രയാസമാണല്ലോ എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളെങ്കിൽ, എന്ന് കരുതുന്നവരാണ് നമ്മൾ എങ്കിൽ, അതെ, നമ്മൾ ഫലസ്തീനിലേക്ക് നോക്കണം. അവിടെയുള്ള ആളുകൾ അല്ലാഹുവിനുള്ള ശുഭപ്രതീക്ഷയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. ഇവരെന്തും നമ്മുടെ പെരുന്നാളിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ, കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന് നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യാൻ വേണ്ടി പോയവരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പൊന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ മനസ്ഥിതിയോട് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൈകളിൽ മഷി ചാർത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അചഞ്ചലമായ പ്രാർത്ഥനയോടുകൂടി അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചോദിച്ചു, അല്ലാഹുവേ, ഒരു ദീനിന് പ്രയാസമില്ലാത്ത രൂപത്തിൽ, പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുള്ള ഭരണം ഈ ലോകത്ത് നൽകല്ലേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് തേടി. നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലുള്ള വമ്പൻ വിജയം നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിധത്തിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത്രയും കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതൊരു വിഷയം വരുമ്പോഴും വിവേകത്തോടുകൂടി, പ്രതികാരാത്മകമായല്ല, വിവേകത്തോടുകൂടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആഘോഷങ്ങളുടെ പ്രത്യേകത നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഘോഷം എന്താണ് ആഘോഷം? യൗമുൻ നഹ്റിലെ ആഘോഷം എന്ന് പറയുന്നത് ഒന്നാമത്തത് സ്വലാത്ത്, അല്ലെ, സ്വലാത്തുൽ ഈദ്. നമ്മളിപ്പോ നമസ്കരിച്ചു, അതാണ് ഒന്നാമത്തെ ആസ്വാദനം. അതേ വിശ്വാസികളെ, ഈ കഴിഞ്ഞ നമസ്കാരം നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ ഒരു ആസ്വാദനം കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. തീർന്നില്ല, ഇനിയും നമ്മൾ പോകുന്നത് മറ്റൊരു ഇബാദത്തിലേക്കാണ്, അതേ, ഉലഹിയത്തിലേക്കാണ്. അതും അല്ലാഹു നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന ഒരു ബലികർമ്മമാണ്, ഒരു ആരാധനാകർമ്മമാണ്. ആ ആരാധനാകർമ്മം നിർവഹിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അത്യന്താപേക്ഷിതമായ ആസ്വാദനത്തിന്റെ ഒരു രീതി നമ്മുടെ മനസ്സിനെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി സാധിക്കണം. അതെ, അല്ലാഹുവിന്റെ അടിമകളായ വിശ്വാസികളായ ആളുകൾക്കുണ്ടല്ലോ, ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിന് വലിയ കുളിർമയായിരിക്കണം, മനസ്സിന് വലിയ സന്തോഷമായിരിക്കണം, മനസ്സിന് വലിയ സാന്ത്വനമായിരിക്കണം. റബ്ബിന്റെ മുമ്പിൽ നിർവഹിക്കുന്ന ഓരോ ഇബാദത്തുമെന്ന് നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആഘോഷത്തിന്റെ ഭാഗമായി നമസ്കാരത്തെ റസൂൽ പഠിപ്പിച്ചത്, ആഘോഷത്തിന്റെ ഭാഗമായി ഉദഹിയത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആഘോഷത്തിന്റെ ഭാഗമായി തക്ബീർ ചൊല്ലുവാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത്, ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബ സന്ദർശനം നടത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ ഇബാദത്തുകളെയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നബിയുടെ അകന്ന ബന്ധുക്കളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ്, അവരെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ്, പഴകിയ ബന്ധങ്ങളെ പുതുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ് പ്രിയമുള്ളവരെ ആ സിലത്തുർ റഹീം എന്ന് പറയുന്നത്, കുടുംബ ബന്ധം എന്ന് പറയുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്തങ്ങളായ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിനോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ആ കുടുംബ ബന്ധത്തെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിൽക്കുവാൻ വേണ്ടി സാധിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, കുടുംബബന്ധം ചേർക്കുന്നവരും ഞാനും തമ്മിൽ വലിയ അടുപ്പത്തിലായിരിക്കും പരലോകത്തുമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹബത്ത് സ്വർഗത്തിൽ ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യന്മാരാണ് എന്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളത്? പ്രിയമുള്ളവരെ, റിസ്ക് വർദ്ധിക്കുവാൻ അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണമായി പറഞ്ഞത് കുടുംബബന്ധം ചേർക്കലാണ്. കുടുംബബന്ധം ചേർക്കലാൻ. ഏത് കുടുംബബന്ധം? എപ്പോഴും കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും കാണുമ്പോ ചിരിച്ചു പോകുന്ന കുടുംബമില്ലേ? ആ കുടുംബമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി, എന്നും ബന്ധത്തിലല്ല, ഒരു പ്രശ്നമില്ലാത്ത കുടുംബത്തിൽ പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയലല്ല കുടുംബബന്ധം ചേർക്കൽ. അതതിന്റെ ഭാഗമാണ്, ശരി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വാസിലാരാണ്? വലാകിന്നൽ വാസിലുല്ലദീ ഇദാ ഖുതിഅത് റഹ്മഹു വസലഹ. അതാണ് മുറിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ, പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവരിലേക്ക് പോകണം, അവരോട് കാര്യം ബോധിപ്പിക്കണം, അവരോട് ക്ഷമ പറയണം, അവരോട് എങ്ങനെയെങ്കിലും അടുപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നിർവഹിക്കണം. അതാണ് കുടുംബബന്ധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചേർക്കലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സൗകര്യം ചെയ്തിട്ടുണ്ടാകും, നമ്മൾ പല ആളുകളുടെയും കാണുവാനുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഈ മുറിഞ്ഞു പോയവരുടെ ലിസ്റ്റുകൾ ആ ആളുകൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ ദിവസം അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ദിവസമാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ വംശീയത എന്ന് പറയുന്നത്, കറുപ്പും വെളുപ്പും എന്ന് പറയുന്നത്, ജാതി വിവേചനം എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമായി വീണ്ടും ഇങ്ങനെ തിത്തൂരമിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെ? കറുത്തവന് വെളുത്തവനെ പറ്റൂല, വെളുത്തവന് കറുത്തവനെ പറ്റൂല. പലരും അപ്പുറവും ഇപ്പുറവും അവരവരുടെ പവലിനെ കുറിച്ച്, ശ്രേഷ്ഠതകളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കുമുണ്ട് ആ സ്വഭാവം. അല്ലെ? നമ്മൾ മലയാളികളാണ്. മറ്റുള്ള ഇന്ത്യക്കാരായിട്ടുള്ള മറ്റുള്ള ആളുകളെ ഒരു പടി പിന്നിലായി കാണുന്ന ഒരു സാഹചര്യവും അവരെ അത്തരത്തിൽ കരുതുകയും അവരോട് അത്തരത്തിൽ സമീപനം പുലർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ഒരിക്കലും തന്നെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൽ അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100,000-ഓളം വരുന്ന വ്യത്യസ്ത നാടുകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള സ്വഹാബത്തിനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ നബി പറയുന്നുണ്ട്, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അഅജമിയ്യിൻ, ഒരു അറബിക്കും അഅജമിയേക്കാളും പ്രാധാന്യമില്ല. വലാ ലി അഅജമിയ്യിൻ അലാ അറബിയ്യിൻ, ഒരു അഅജമിക്കും ഒരു അനറബിക്കും ഒരു അറബിയേക്കാളും പ്രാധാന്യമില്ല. വലാ ലി അഹ്മറ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അഹ്മറ, ഒരു വെളുത്തവനെ കറുത്തവനേക്കാളോ കറുത്തവനെ വെളുത്തവനേക്കാളോ ഒരു തരത്തിലുമുള്ള പ്രാധാന്യവുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ, സൂക്ഷ്മത കൊണ്ടല്ലാതെ. പ്രിയമുള്ളവരെ, നമ്മൾ സൂക്ഷ്മതയുള്ളവരായി മാറണം. അത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നമ്മൾ ശ്രേഷ്ഠരാകുവാനുള്ള കാര്യം. നമ്മുടെ വസ്ത്രങ്ങളല്ല, നമ്മുടെ ജീവിത രീതിയല്ല, നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ല, നമ്മൾ ജീവിക്കുന്ന നാടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ തഖ്വയുള്ളവരാണോ എങ്കിൽ നിങ്ങൾ ഫളലുള്ളവരാണ്. ആ രൂപത്തിൽ തഖ്വയിലേക്ക് മാറിത്തീരുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പെരുന്നാൾ ദിവസം ആലു ഇബ്രാഹിമിനെ കുറിച്ച് സ്മരിക്കാതെ നമുക്ക് എങ്ങനെ പോകാൻ സാധിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇത്ര കണ്ട് ഒരു അടിമ അല്ലാഹുവിന് വേണ്ടി അടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ഏറ്റവും ശ്രദ്ധേയമായ നാമം അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാര്യമാണ്. അല്ലെ? പരിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞില്ലേ, ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, പറഞ്ഞില്ലേ?
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഈ പ്രവാചകനെ മാത്രമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചില്ലറക്കാരനല്ല, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ് പേര്. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ, അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു പ്രവാചകൻ. ആ പ്രവാചകനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് നമ്മൾ അറിയണം. പ്രിയമുള്ളവരെ, അറിയേണ്ട രൂപത്തിൽ അറിയണം. ആ പ്രവാചകൻ അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ചിട്ടുള്ള ത്യാഗം എന്താണ് എന്ന് നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആറ്റുനോറ്റ് കിട്ടിയ ഒരു മകനെ ബലിയെടുക്കണമെന്ന് പറഞ്ഞപ്പോ ദൂരദിക്കുകളിൽ നിന്നും സഞ്ചരിച്ച് വീട്ടിലേക്ക് എത്തി മകനെയും കൊണ്ടുപോകുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏതുവരെ പ്രിയമുള്ളവരെ അറുക്കാൻ വേണ്ടി കഴുത്തിൽ കത്തിവെച്ചു. അവിടുന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വേണ്ട ഇബ്രാഹിം, ഖദ് സദ്ദഖത റുഇയ, താങ്കൾ കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട്, താങ്കൾ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നോക്കിയ നിങ്ങൾ എത്ര ആളുകൾ തയ്യാറാകും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് കരുണ പറിച്ചു കൊടുക്കുവാൻ എത്ര ആളുകൾക്ക് സാധിക്കും പ്രിയമുള്ളവരെ. ഭാര്യയെയും മകനെയും കൂട്ടിയിട്ട് മക്കയുടെ മണലാരണ്യത്തിലേക്ക് പോകാൻ കൽപ്പനയായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയാൽ ഒരു മനുഷ്യൻ പോലുമില്ലാത്ത, ഒരു ജന്തുജാലങ്ങൾ പോലുമില്ലാത്ത ഒരു പച്ച മരുഭൂമിയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാളെയും കൊണ്ടാക്കിയിട്ട് വരാൻ ചോദിക്കുക, ഇബ്രാഹിം എങ്ങോട്ടാ പോകുന്നത്? രണ്ടൊട്ടും മുണ്ടിയില്ല. അവസാനം ചോദിച്ചു, ഇബ്രാഹിമേ, അല്ലാഹുവിന്റെ കൽപ്പനയാണല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബല, അതെ, പ്രകാരമാണ്. അല്ലാഹു പറഞ്ഞോണ്ട് ആ സമയത്ത് ഹാജറ ബീവി പറഞ്ഞു, എങ്കിൽ പോയിക്കോ, പ്രശ്നമില്ല. അള്ളാഹു ആണോ പറഞ്ഞത് എന്നെ സംരക്ഷിക്കാൻ, എന്റെ കുട്ടിയെ സംരക്ഷിക്കാൻ? അള്ളാഹു. ഇതൊക്കെ ത്യാഗത്തിന്റെ ചരിത്രമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞാലും അനുസരിക്കുവാൻ തയ്യാറുള്ള ഒരു മനസ്സുമായി കടന്നു വന്ന പ്രവാചകൻ, അല്ലാഹുവിന്റെ ദീനിനെ, തൗഹീദിനെ സംസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് റബ്ബല്ലാത്ത മറ്റൊന്നും തന്നെ ഇബാദത്തിന് അർഹരല്ല എന്ന് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഓരോന്നിന്റെയും കഴിവുകേടുകളെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നാല് നീള ദഅവത്ത് നടത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് ആ ദഅവത്തിന്റെ പാത കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദഅവത്ത് നിർവഹിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരു മനുഷ്യനും അടുക്കാൻ പറ്റാത്ത അത്രയും ഗൗരവമേറിയിട്ടുള്ള ഒരു തീക്കുണ്ടാരം ഒരുക്കിയിട്ട് അതിലേക്ക് വലിച്ചെറിയാൻ നിന്നപ്പോൾ പോലും ഒരക്ഷരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എതിരെ പറയാത്ത ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടോ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ പോലും എന്നെ ഇടല്ലേ എന്നല്ല പറഞ്ഞത്, എന്നെ വലിച്ചെറിയല്ലേ എന്നല്ല പറഞ്ഞത്, ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, അതൊക്കെ വരുന്നത് എവിടുന്നറിയോ? മനസ്സിന്റെ ഉള്ളിലുള്ള തവക്കുലിൽ നിന്ന് വരുന്നതാണ്. ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര തവണ അത്തരം പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ മനസ്സുകളിലേക്ക് ഈ ഒരു വാക്ക്, അല്ലാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അതിനേക്കാളും മികച്ച ഒരു ഭരമേൽപ്പിക്കുവാൻ സാധിക്കുന്നവൻ വേറെ ഇല്ല എന്നുള്ള ആ വാക്ക് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായ മകനാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്റെ മുമ്പിൽ ചെറുതായിട്ടുള്ള ഒരുപാട് മക്കൾ എന്റെ മുമ്പിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ആ മക്കളോട് സൂചിപ്പിക്കുവാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് നൽകിയിട്ടുള്ള ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ്. വാപ്പ വന്ന് പറയാണ്, മോനെ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്താണ് ആ സ്വപ്നം? നിന്നെ അറുക്കണമെന്നാണ്. നേരടി നിങ്ങളെ വാപ്പാരെ നാളെ നിങ്ങൾ അറക്കാൻ വേണ്ടി വരുന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നിരിക്കുന്നു. ആണോ ഉപ്പ? എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഉപ്പ, അള്ളാഹു പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തോളി, ക്ഷമിക്കുവാൻ ഞാൻ തയ്യാറാണ്. മകൻ പറയാ,
മകൻ പറയാൻ 4, 5, 6 വയസ്സുള്ള ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുവാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ശ്രദ്ധയാണ് പ്രിയമുള്ളവരെ. ആരാണ്? ചെറിയ കുട്ടിയ, 5, 6 വയസ്സുള്ള ആ പ്രായത്തിലുള്ള ഒരു മകൻ അള്ളാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പറയാൻ സഹിക്കുവാൻ വേണ്ടി തയ്യാറാവുകയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണത്തെ തീർന്നില്ല, ക്ഷമിക്കുവാൻ വേണ്ടി തയ്യാറാവുകയാണ് അള്ളാഹുവിന്റെ പരീക്ഷണത്തെ. നോക്കൂ നിങ്ങൾ, കഅബ നിർമ്മിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരികയാണ്. ആ കഅബ നിർമ്മാണത്തിന്റെ വേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയണം, മോനെ വാ, അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്, കഅബ ഉണ്ടാക്കണം, കഅബ നിർമ്മിക്കണം. ആണോപ്പ, വരി, ഞാൻ സഹായിക്കാം. ദീനിന്റെ വിഷയത്തിൽ സഹായിക്കുക, നമ്മുടെ മക്കളെ അതിന് പ്രാപ്തരാക്കണം. പ്രിയമുള്ളവരെ, മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രിയ പത്നിയാണ് അല്ലെ. നേരത്തെ നമ്മൾ ചരിത്രം പഠിച്ചു. സ്വന്തം ഭർത്താവ് തന്റെ മകനെ ഇവിടെ തന്നെയും മകനെയും അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. സമ്മതിച്ചില്ലേ, പൊയ്ക്കോളി, അള്ളാന്റെ കൽപ്പനയല്ലേ എന്ന് പറഞ്ഞ് സമ്മതിക്കുവാനുള്ള മനസ്സ് സഹോദരിമാരെ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദീനിനോടുള്ള പ്രതിബദ്ധത കാണിച്ചിട്ടുള്ള ഹാജറ ബീവിയുടെ മനസ്സിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രങ്ങൾ അത് സുദീർഘമാണ്. അത് വിശദീകരിക്കുവാൻ എന്നാൽ നമുക്കതിന്റെ ദൈർഘ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വരുവാൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ഒരു അവസരത്തിൽ, ജീവിക്കുവാൻ നൽകിയിട്ടുള്ള ഈ അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട മുതിർന്നവരായ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ പരമ ചരിത്രത്തിലുള്ള മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെയുള്ള ഇബ്രാഹിമുമാരായി മാറുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട്, എന്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെ അനുസരണയുള്ള മക്കളായി, ദീനിനോട് പ്രതിബദ്ധതയുള്ള മക്കളായി, MSMന്റെയും ISMന്റെയും മക്കളായി വളരുവാനുള്ള പരിശ്രമം നമ്മൾ നിർവഹിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഉമ്മമാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം പഠിപ്പിക്കുമ്പോഴല്ല അവിടെ പഠിപ്പിച്ചിട്ടുള്ള ഹാജറ ബീവിയെ കുറിച്ചുള്ള ചരിത്രവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ സ്ത്രീകളും ഹാജറമാരായി മാറുവാൻ, ഓരോ കുട്ടിയും ഇസ്മായിലുമാരാകുവാൻ, ഓരോ പുരുഷന്മാരും ഇബ്രാഹിമുമാരാകുവാൻ ഉള്ള പരിശ്രമമാകട്ടെ ഈ പെരുന്നാൾ മുതൽ അങ്ങോട്ടുള്ള ജീവിതമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ദിനത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രത്യേകമായ രൂപത്തിൽ സ്വതക്കകൾ സ്വരൂപിക്കുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് സ്ത്രീകൾക്കിടയിലേക്ക് പോലും ഇറങ്ങിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തിനോട് അവരിൽ നിന്നും സ്വതക്ക സ്വീകരിക്കുവാൻ വേണ്ടി പറയുമായിരുന്നു. സ്ത്രീകൾ അവരണിഞ്ഞിരുന്ന ആഭരണങ്ങൾ പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കകളായി നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലൂടെ വന്നിട്ടുള്ളതാണ്. വലിയ പുണ്യമുള്ള ഒരു സ്വതക്കയാണ് പ്രിയമുള്ളവരെ ഈദ് സ്വതക്ക എന്ന് പറഞ്ഞാൽ. ആ സുന്നത്തിനെ ഒരു കാരണവശാലും കുറഞ്ഞു കാണരുത് എന്ന് നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീടിൽ നിന്നും പുറപ്പെട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ടുള്ളത്, പള്ളിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു വഴിയിലൂടെയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പോകുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴി സ്വീകരിക്കാനുണ്ട് എങ്കിൽ അത് സ്വീകരിക്കണം എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രത്യേക സുന്നത്താണ്. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും നമ്മുടെ പെരുന്നാളിന്റെ ദിവസം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. കുടുംബ സന്ദർശനം നടത്തുക, ഒരുപാട് അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളിൽ നിന്നും മാറി നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന, ചിലപ്പോൾ നമ്മളെടുത്തായിരിക്കും പ്രശ്നം, അവരെടുത്തായിരിക്കും പ്രശ്നം, കുഴപ്പമില്ല, അങ്ങോട്ട് പോയി സംസാരിച്ച് അവരെ അടുപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളാകട്ടെ നമ്മുടെ പെരുന്നാളുകൾ. അതുപോലെ തന്നെ പെരുന്നാളുകൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ജമാഅത്തുകൾ ഒഴിവാക്കാനുള്ള ലൈസൻസ് ആണ് എന്നാലും കരുതി പോകരുത്. ഈ തിരക്കുകൾക്കിടയിലെല്ലാം ആ പെരുന്നാൾ
നമസ്കാരത്തിനിടയിലുള്ള ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പണമടച്ച് റസീറ്റ് വാങ്ങി എന്നുള്ളതിൽ നിർത്താതെ അതിന്റെ ഓരോ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ട് അറുക്കുന്നിടത്ത് പോയി അവിടെ വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാ ആളുകളും അതിൽ പങ്കാളികളായവരാകട്ടെ അല്ലാത്തവരാകട്ടെ ശരീരം കൊണ്ടെങ്കിലും സമ്പത്ത് കൊണ്ട് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതിനുവേണ്ടി തയ്യാറാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ പുണ്യങ്ങളെ വാരിക്കൂട്ടുന്ന ആസ്വാദകരമായ ഇബാദത്തുകൾ നിറഞ്ഞ ഒരു പെരുന്നാൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അത്തരത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് റഹ്മാനായ റബ്ബേ ഈ ഒരു വർഷത്തിലെ ബലിപെരുന്നാളിനെ നമ്മൾ ഓരോരുത്തരും സാക്ഷിയായിട്ടുള്ളത്. അല്ലാഹുവേ, മഖബൂലും മബ്റൂറുമായ പെരുന്നാളുകളും ഹജ്ജിന് പോയ ആളുകൾക്ക് ഹജ്ജും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ഒരല്പം കൂടി ഉഷാറായി ഇബാദത്തുകൾ നിർവഹിച്ചവരാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം അറഫയിലെ നോമ്പ് അനുഷ്ഠിച്ചവരാണ് റഹ്മാനായ റബ്ബേ. അതിന്റെ പ്രതിഫലം നീ പ്രഖ്യാപിച്ചതാണ് റഹ്മാനായ റബ്ബേ. ഈ കഷ്ടപ്പാടിലും അല്ലാഹുവേ നിനക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും പ്രഖ്യാപിത പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, രോഗവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കാരണം പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, ആശുപത്രികളിൽ പ്രയാസപ്പെടുന്ന, വീടുകളിൽ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ, മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പകർച്ചവ്യാധി കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹുവേ എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹുവേ ഈ അവർക്ക് ശിഫാ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, അവർ സഹിക്കുന്ന ഓരോ വേദനയും നിന്റെ മക്കൾ മഗ്ഫിറത്തും റഹ്മത്തുമായി രേഖപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, കടബാധ്യതകൾ, ഉപജീവനത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. റഹ്മാനായ റബ്ബേ, എല്ലാ കടങ്ങളെയും തീർക്കുവാൻ സാധിക്കുന്നവൻ നീയാണ് നാഥ. അല്ലാഹുവേ, അതിനുള്ള വഴി അവർക്ക് തുറന്നു കൊടുക്കണമേ റഹ്മാനേ. ഉപജീവന മാർഗം എളുപ്പമാക്കി കൊടുക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, മറ്റൊരാളുടെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും കൈനീട്ടുന്ന ഒരു സാഹചര്യം ഒരാൾക്കും നീ ഉണ്ടാക്കി കൊടുക്കരുത് റഹ്മാനേ. അല്ലാഹുവേ, എല്ലാവരെയും അത്തരം സാഹചര്യങ്ങളിൽ നിന്നും നീ സംരക്ഷിച്ചു നിർത്തണമേ നാഥ. അല്ലാഹുവേ, നമ്മിൽ നിന്നും മരിച്ചുപോയ, അടുത്തും വിദൂരത്തുമായി മരിച്ചുപോയ ഒട്ടനവധി സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ, അതിൽ നമ്മുടെ മാതാക്കളുണ്ട്, അതിൽ നമ്മുടെ പിതാക്കളുണ്ട്, അതിൽ നമ്മുടെ സഹോദരന്മാരുണ്ട്, അതിൽ നമ്മുടെ സഹോദരിമാരുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്. റഹ്മാനായ റബ്ബേ, അവരുടെ എല്ലാം ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ഖബറിലെ ശിക്ഷയെ തൊട്ട് അവരെയൊക്കെ കാത്തു രക്ഷിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, പാപങ്ങളെല്ലാം പുറത്ത് അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ റഹ്മാനേ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ നാഥ. ചെറുപ്പത്തിലും വലുപ്പത്തിലും വ്യത്യാസമില്ലാതെ നമ്മെ കുറിച്ച് ചിന്തിക്കുന്ന, നമ്മെ കുറിച്ച് ആലോചിക്കുന്ന, നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആ രണ്ടാളുകൾക്കും അല്ലാഹുവേ നീ നിറഞ്ഞ ആരോഗ്യവും സന്മനസ്സും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള മുഴുവൻ ഉപകാരങ്ങൾക്കും അല്ലാഹുവേ ഇഹത്തിലും പരത്തിലും അല്ലാഹുവേ പ്രതിഫലങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, പ്രതിഫലങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, പ്രതിഫലങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഓരോ മാനസികമായ പ്രയാസങ്ങളും അല്ലാഹുവേ നീ നികത്തി കൊടുക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഇല്ലാതെയാക്കി കൊടുക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ചിത്രങ്ങളിലുള്ള കുടുംബങ്ങളെ അടുപ്പിക്കുവാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനേ. അല്ലാഹുവേ, ചിത്രതയിലുള്ള കുടുംബങ്ങളെ അടുപ്പിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനേ. അല്ലാഹുവേ, അതിനുള്ള വഴികൾ നീ തുറന്നു കാണിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, അതിനുള്ള വഴികളെ നീ തുറന്നു കാണിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, നമ്മൾ ഓരോരുത്തരും ദുനിയാവിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ മുസ്ലിം എന്ന നിലക്ക് ഒരുപാട് പ്രയാസങ്ങൾ പലപ്പോഴുമായി അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ല. അല്ലാഹുവേ, നീ പറഞ്ഞത് ഞങ്ങളോട് ക്ഷമിക്കാനാണല്ല, നീ പറഞ്ഞത് ഞങ്ങളോട് സഹിക്കാനാണല്ല. അല്ലാഹുവേ, ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് റഹ്മാനെ, ക്ഷമ അവലംബിക്കാൻ തയ്യാറാണ് റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് മരണം വരെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ നാടിനെ
ദീനിന് പാകപ്പെടുന്ന നാടായി എന്നെന്നും നിലനിൽക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അല്ലാഹുവേ ഈ നാടിനെയും നാട്ടുകാരെയും നീ സംരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഭയാനകമാണ് നാഥ. അല്ലാഹുവേ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങൾ പോലും ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാഥ. അല്ലാഹുവേ നിർഭയത്വം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അത്തരത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ എന്നെന്നും മുത്തഖിയായി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുവാൻ, മുസ്ലിമായി ജീവിക്കുവാൻ, അവസാന ശ്വാസം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കുവാൻ റഹ്മാനായ റബ്ബേ തൗഫീഖ് നൽകണമേ നാഥ. റഹ്മാനായ റബ്ബേ ജീവിതത്തിന്റെ ഒരു അവസ്ഥയിൽ പോലും, ഒരു സാഹചര്യത്തിൽ പോലും ശിർക്കിന്റെ ഒരു കണിക പോലും അല്ലാഹുവേ നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ കൊണ്ടുവരുന്നത് റഹ്മാനെ. അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് നമ്മെല്ലാവരും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഖബർ ശിക്ഷയെ തൊട്ട് നമ്മെ അവരെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ പരലോകത്ത് എളുപ്പമുള്ള വിചാരം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഇസ്ലാമുള്ള ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബങ്ങളെ മാറ്റി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ മക്കളെ നീ ദീനിന്റെ ഭാഗത്ത് നടത്തണമേ റഹ്മാനെ. കേൾക്കുന്ന പല വാർത്തകൾ അല്ലാഹുവേ ദീനിന്റെ ഓട്ടം വെച്ച് പോകുന്ന ഒരുപാട് മക്കൾ റഹ്മാനായ അവർക്ക് സത്യമാർഗം നീ കാണിച്ചു കൊടുക്കണമേ നാഥ. ദീനിനോട് പ്രതിബദ്ധതയുള്ള ദാവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഇബാദത്തുകളെ ആസ്വാദനാത്മകത സൂക്ഷിക്കുന്നവരുടെ ഗുണത്തിൽ അല്ലാഹുവിന്റെ പേരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണമറ്റത അല്ലാഹുവേ അതിനൊക്കെ അർഹിച്ച ഇബാദത്തുകളോട് കൂടി ശുക്ർ ചെയ്യാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا وسعنا أن نشكر نعمتك التي أنعمت علينا وعلى والدينا وأن نعمل صالحا ترضاه وأصلح لنا في ذريتنا يا رب العالمين. اللهم اجعل لنا مقيم الصلاة يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. تقبل الله منا ومنكم. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട്